നമസ്കാരം. നാളെ ജൂലൈ 10 വ്യാഴാഴ്ചയാകുന്നു. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമായി തന്നെ കണക്കാക്കാം. ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ, ചില കാര്യങ്ങളിലൂടെ ഇരട്ടി നേട്ടങ്ങളും വന്നു ചേരാം. അനുകൂലമായ ഫലങ്ങൾക്കൊപ്പം ചില തിരിച്ചടികൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഓം കുബേരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമ്പത്തിന്റെ അധിപനായ കുബേരദേവനെ ഒരു നിമിഷം ഏവരും വന്ദിക്കുക. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകേരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പ്രധാനമായും ചില ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും എന്നാൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾക്ക് സമയം തികയാത്തതായ അവസ്ഥ വന്നു ചേർന്നു എന്ന് വരാം. പല വ്യക്തിഗതമായ പരിപാടികളും ആസൂത്രണം ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്നേ ദിവസം തിരക്ക് വർദ്ധിച്ചു എന്ന് വരാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടാകാം, കുടുംബകാര്യങ്ങളോ മറ്റ് കാര്യങ്ങളോ ആയി ബന്ധപ്പെട്ടുമാകാം. ഇന്നേ ദിവസം പെട്ടെന്ന് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടായി എന്ന് വരാം. കാരണം തിരക്കിനാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എപ്പോഴും കഴിഞ്ഞു എന്ന് വരുന്നതല്ല, തളർത്തി കളയുന്നതായ അനുഭവങ്ങളും വന്നു ചേരാം. വിശ്രമത്തിനായി കിട്ടുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരും. എങ്കിലും അത് അസ്വസ്ഥനാക്കുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധാർമ്മികത എല്ലാ കാര്യങ്ങളിലും പുലർത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. തെറ്റായ കാര്യങ്ങളെ തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ നിർദ്ദേശത്താൽ ചെയ്യേണ്ടതായി വരുന്നതല്ല. തെറ്റായ കാര്യങ്ങളെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് തുറന്ന് കാട്ടുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷണങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം സാമ്പത്തിക കാര്യങ്ങൾ അല്പം അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ നിങ്ങളെ ദരിദ്രരാക്കി തീർക്കുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ വന്നു ചേരുകയും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അത് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ സംതൃപ്തി നിറഞ്ഞ ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയായി ഇന്നേ ദിവസം മാറാം. എന്നാൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന് വരാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ് വീട്ടുകാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. എന്നാൽ അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് ഇന്നേ ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. പല കാര്യങ്ങളിലും പലവിധ തന്ത്രങ്ങൾ പ്രയോഗിക്കുവാനും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല വ്യക്തികളിൽ നിന്നും ഇന്നേ ദിവസം സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാകുന്നു. നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. തീർച്ചയായും ഇന്നേ ദിവസം ഭാഗ്യസൂക്ത വഴിപാട് നടത്തുന്നതോ അല്ലെങ്കിൽ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതോ ശുഭകരമാണ്. വീടുകളിലാണ് എങ്കിലും മഞ്ഞ പുഷ്പങ്ങൾ തുളസി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷം തന്നെയാക്കുന്നു. ചിങ്ങം രാശി മകം, പൂരം, ഉത്തരം എന്നീ നാളുകാരാക്കുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ആവശ്യമുള്ള സഹായം ലഭിക്കുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. ഒരു പ്രധാനപ്പെട്ട കാര്യവുമായുള്ള ശ്രമങ്ങൾ ഇന്നേ ദിവസം നടത്തുകയും അത് അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കലാപരമായ കഴിവുകൾ അല്ലെങ്കിൽ കലാകാരന്മാർക്ക് അനുകൂലമായ ഒരു ദിവസമായി തന്നെ മാറാം.
മനസ്സിനെ കീഴടക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ദുർബലപ്പെടുത്താൻ പലരും ശ്രമിക്കും. എങ്കിലും അതിന് നിങ്ങൾ വശംവദരാകേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും പല വസ്തുക്കളും വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങളെ തേടിയെത്താം. കൂടാതെ ഈ സമയം നിങ്ങൾ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി എന്ന് വരാം. സന്തോഷകരമായ നിമിഷങ്ങളാകാം, കുടുംബ സൗഖ്യമാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം പകരുന്നതായി മാറാം. ചില പദ്ധതികൾ തയ്യാറാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമാണ്. അപ്രതീക്ഷിതമായ നേട്ടമോ സാമ്പത്തികപരമായ ഭാഗ്യമോ നിങ്ങളെ തേടി എത്താവുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. കൂടാതെ ഇന്നേ ദിവസം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഭാഗ്യനഷ്ടങ്ങൾ പലപ്പോഴും സംഭവിക്കുന്ന നിങ്ങൾക്ക് ഇന്നേ ദിവസം ഭാഗ്യം അല്പം അനുകൂലമായി തീരുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനാൽ അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടുതൽ പ്രതിഫലിക്കുന്നതായ ദിവസമാകുന്നു. കൂടാതെ ശ്രദ്ധാപൂർവം ഏതൊരു കാര്യത്തെയും സമീപിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ അശ്രദ്ധയാൽ ധനനഷ്ടം, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഇന്നേ ദിവസം നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ ഭഗവാനെ ആരാധിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മഞ്ഞ പുഷ്പങ്ങളോ അല്ലെങ്കിൽ തുളസിയോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ പ്രധാനമായും ഭാഗ്യം അനുകൂലമാകുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. ചിത്തിര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു ദിവസമാണ്. സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം ആലോചനാശൂന്യമായ ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുക, തിരിച്ചടികൾക്ക് കാരണമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പരസ്യമായ കാര്യങ്ങൾ, അതായത് പരസ്യമായി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം. പെട്ടെന്ന് മറ്റൊരു വ്യക്തിയുടെ പ്രേരണയാൽ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് വരാം. അത് മാനഹാനി വരുത്തി വയ്ക്കാവുന്നതുമാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കൂടാതെ ആദായം പ്രതീക്ഷിക്കാവുന്നതായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. നല്ല അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഭാവി കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇപ്പോൾ എടുക്കുന്നതായ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടും മിതത്വം പാലിക്കേണ്ടത് അനിവാര്യമാണ്. ഭാവിയെക്കുറിച്ച് വ്യക്തമായി തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായ ദിവസങ്ങൾ തന്നെയാകുന്നു. കൂടാതെ മക്കളുടെ കാര്യത്തിൽ കൃത്യമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. പ്രണയ സാഫല്യം നിങ്ങൾക്ക് വന്നു ചേരാവുന്ന സമയമാണ്. കാര്യസിദ്ധിക്ക് തടസ്സം നിന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും. തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതായ ഒരു ദിവസം, വേണ്ടപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുന്നതായ ഒരു ദിവസമായി തന്നെ മാറാം. കൂടാതെ ഇന്നേ ദിവസം സമയബന്ധിതമായി തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളോട് അകലം പാലിക്കേണ്ടതായ ദിവസമായി മാറാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകും. കൂടാതെ ഇന്നേ ദിവസം ശ്രദ്ധാപൂർവം തന്നെ ഏതൊരു കാര്യത്തിലും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. തീരുമാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൈക്കൊള്ളേണ്ടതായി വരാം. അത് അനുകൂലമായി തീരാം. ആരോഗ്യ കാര്യത്തിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. അനുകൂലമല്ലാത്തതായ കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യാതിരിക്കുന്നതാണ് ഇന്നേ ദിവസം ശുഭം. കടബാധ്യതകൾ കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ
ഫലം കാണുന്നതായ അവസരം കൂടിയാണ് ഇത്. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന ഒരു ദിവസം തന്നെയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ, ധനനേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും കഴിയുന്ന വഴിപാടുകൾ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. വീടുകളിൽ വിളക്ക് തെളിയിച്ച് മഞ്ഞ പുഷ്പങ്ങളും തുളസിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുസമാഗമത്തിനുള്ള സാധ്യതകൾ കൂടുതലായ സമയമാണ്. ഔദ്യോഗികമായി പല കാര്യങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കും. പ്രവൃത്തികളിൽ തൃപ്തി ഉണ്ടാകുന്ന ഒരു ദിവസമായി മാറാം. ബിസിനസ് പരമായ വിപുലീകരണത്തിനും അത്തരം അനുകൂലമായ കാര്യങ്ങൾക്കും അനുകൂലമാണ് ദിവസം. കച്ചവടവുമായി ബന്ധപ്പെട്ട് കരുതലുണ്ടാകേണ്ട ദിവസം കൂടിയാകുന്നു. പണച്ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ നിയന്ത്രണം വേണ്ടതായ ഒരു ദിവസമാണ്. പാരിതോഷികങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ദൂരദേശത്തേക്ക് തൊഴിൽ തേടുന്നവർക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. യാത്രാ തടസ്സങ്ങൾ ഒഴിയുന്നതായ ഒരു ദിവസമായി തന്നെ മാറാം. കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഇന്നേ ദിവസം ലഘു യാത്രകളാൽ നേട്ടങ്ങൾ കരസ്ഥമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനാഗമം ഉയരുന്ന ഒരു ദിവസമാകാം. വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റുവാൻ സാധിക്കുന്നു എന്നത് മനസമാധാനം വർദ്ധിപ്പിക്കും. കൂടപ്പിറപ്പുകളുടെ സഹായം ലഭിക്കാവുന്ന, പിന്തുണ ലഭിക്കാവുന്ന സമയമാണ്. അന്യനാട്ടിൽ കഴിയുന്നവരെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടുന്ന ദിവസമാകുന്നു. ദാമ്പത്യ കലഹങ്ങളിൽ അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കുന്നതാണ്. ദാമ്പത്യ കലഹങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. വാക്കുകളിൽ കരുതൽ വേണ്ടതുണ്ട് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സ്വന്തം കഴിവുകൾ കൃത്യമായി തന്നെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു സമയമാകുന്നു. ന്യായമായ പല ആവശ്യങ്ങളും നടന്ന് കിട്ടുന്നതായ സമയമാണ്. കൂടാതെ ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. കൈവായ്പകൾ മടക്കി കിട്ടാവുന്ന ഒരു ദിവസം കൂടിയാണ്. കൂടാതെ സാമ്പത്തികപരമായി അമളി പിണയാതിരിക്കുവാൻ ജാഗ്രത പുലർത്തണം. ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ചില പ്ലാനുകൾ നിങ്ങൾ രൂപീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാം. ചില വ്യക്തികൾ മൂലം ഉണ്ടായിരിക്കുന്നതായ വിഷമങ്ങളെ തരണം ചെയ്യാൻ സാധിച്ചു എന്ന് വരാം. ഭാഗ്യാനുഭവങ്ങൾ തുണയ്ക്കുന്നതായ സമയമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സഹപ്രവർത്തകരുമായും സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രണയ സാഫല്യം വന്നു ചേരാവുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. എടുക്കുന്ന തീരുമാനങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ഈ സമയം ഭാഗ്യസൂക്തം നടത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വീടുകളിൽ ഭഗവാന് മഞ്ഞ പുഷ്പങ്ങളും തുളസിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് ഇന്നേ ദിവസം വീടുകളിൽ തെളിയിക്കുന്നതും കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും.